മലയാളി വനിതാ നിമിഷപ്രിയ യമനിൽ വധശിക്ഷ കാത്തു കിടക്കുകയാണ്. അതിനുവേണ്ടിയുള്ള ഒരു വധശിക്ഷ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തലയാണ്. നമ്മുടെ മലയാളി വനിത നിമിഷപ്രിയ വധശിക്ഷ കാത്തു കിടക്കുകയാണ്. ഇപ്പോൾ എന്തൊക്കെ ഇടപെടലാണ്? നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഞങ്ങളെല്ലാവരും കേന്ദ്ര ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിച്ചതാണ്. എങ്ങനെയെങ്കിലും ഇടപെട്ട് ഈ കാര്യത്തിൽ പരിഹാരമുണ്ടാകണം. വധശിക്ഷയ്ക്ക് വിധേയമായി കാത്തിരിക്കുന്ന ആ സ്ത്രീക്ക് മോചനമുണ്ടാകണം. ഏതായാലും എ പി അബൂബക്കർ മുസ്ലിയാർ കാന്തപുരം ഇക്കാര്യത്തിൽ ഇടപെട്ടു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഈ പ്രശ്നം പരിഹരിക്കപ്പെടണം. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് അടിയന്തരമായി ഡിപ്ലോമാറ്റിക് ചാനലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. പരിമിതികളുണ്ടെന്നാണ് കേന്ദ്രം ഇന്നലെ സുപ്രീം കോടതി അറിയിച്ചത്. പരിമിതികൾ കാണും, കാരണം ഓരോ രാജ്യത്തിൻ്റെയും ഓരോ നിയമങ്ങൾ തന്നെയാണ്. ഏതായാലും കാന്തപുരം ഉസ്താദ് ഇക്കാര്യത്തിൽ ഇടപെട്ടത് സന്തോഷകരമായ കാര്യമാണ്. ഒരു ഫലപ്രാപ്തിയിൽ എത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. ആ ഒരു മലയാളികളെല്ലാവരും പങ്കുവെക്കുന്ന ഒരു ശുഭാപ്തി വിശ്വാസം, അത്തരൊരു പ്രതീക്ഷ തന്നെയാണ് രമേശ് ചെന്നിത്തലയും നമ്മളോട് പങ്കുവെക്കുന്നത്. ക്യാമറാമാൻ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം സലാം മുഹമ്മദ്, മീഡിയ 1 കോഴിക്കോട്.